നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കൊട്ടിക്കയറിയ ആവേശ പ്രചാരണത്തിനൊടുവിൽ ഇന്ന് സംസ്ഥാനത്ത് നിശബ്ദ പ്രചാരണം. വിട്ടുപോയ വോട്ടർമാരെയും മണ്ഡലത്തിലെ പ്രധാന വ്യക്തികളെയും നേരിട്ടുകണ്ട് വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. അക്രമസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2500 പ്രശ്നബാധിത ബൂത്തുകൾ സംസ്ഥാനത്തുണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട്. 140 കമ്പനീസ് കേന്ദ്രസേനാംഗങ്ങളും 20 കമ്പനി തമിഴ്നാട് പോലീസും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്തെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. എക്സിറ്റ് പോളുകൾക്കും ഈ സമയം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരളം നാളെ പോളിംഗ് ബൂത്തിലെത്തും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ഗുരുവായൂർ മണ്ഡലത്തിലെ 21 സെക്ടറുകളിൽ 10 വില്ലേജുകളിലായി 232 പോളിംഗ് ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം പൂർത്തിയായി. രാവിലെ 8 മണിക്ക് ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ സ്കൂളിൽ റിട്ടേണിംഗ് ഓഫീസർ, ജില്ലാ വ്യവസായ ഓഫീസർ R. ഷീബ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ TR. സംഗീത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. EVM മെഷീൻ, VVPAT ഉൾപ്പെടെ 100ഓളം സാമഗ്രികളാണ് ഓരോ ബൂത്തിലേക്കും കൊണ്ടുപോകുന്നത്. തുടർന്ന് ഓരോ ബൂത്തുകളിലെ മെഷീനുകളും മറ്റ് പോളിംഗ് സാമഗ്രികളും കൈപ്പറ്റി വാഹനങ്ങളിൽ അതത് പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് കൊണ്ടുപോയി. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ തഹസിൽദാർ TR. സംഗീത് പറഞ്ഞു. പോലീസ് സുരക്ഷയിലായിരുന്നു മെഷീനുകളുടെ വിതരണം. ഗുരുവായൂർ ACP V. സുരേഷിന്റെ നേതൃത്വത്തിൽ വലിയ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. പോളിംഗ് ഓഫീസർമാർക്കുള്ള തപാൽ വോട്ടിങ്ങിന് പകരം ഇത്തവണ അതത് ട്രെയിനിംഗ് സെന്ററുകളിലായിരുന്നു വോട്ടിംഗ് ഒരുക്കിയിരുന്നത്. എന്നാൽ പലർക്കും അറിയിപ്പ് ലഭിക്കാത്തതിനാൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലെ പോളിംഗ് സ്ഥാന വിതരണങ്ങൾ രാവിലെ 8 മണിക്കാണ് ആരംഭിച്ചിട്ടുള്ളതും അതിന്റെ വിതരണം പുരോഗമിച്ച് വരുന്നതാണ്. നമുക്ക് 132 ബൂത്തിലേക്കുള്ള ജീവനക്കാരാണ് എത്തിയിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ ഒരുവിധം ജീവനക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും വിതരണം നമ്മൾ പൂർത്തീകരിച്ച് അവരെ ഉച്ചയോടുകൂടി തന്നെ അതാത് പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നതായിരിക്കും. പനമ്പട്ട കിട്ടാനില്ലാത്തതിനെ തുടർന്ന് ഗുരുവായൂരപ്പന്റെ ആനകൾ പട്ടിണിയുടെ നിഴലിൽ. ആനകളുടെ പ്രധാന ആഹാരമായ പനമ്പട്ട കൃത്യമായി എത്തിക്കുന്നതിൽ കരാറുകാരൻ വരുത്തിയ വീഴ്ചയാണ് 35 ആനകളുടെയും വയറൊട്ടാൻ കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ 10 ദിവസമായി ആനത്താവളത്തിൽ ആവശ്യത്തിന് പട്ട ലഭിക്കുന്നില്ലെന്നാണ് പരാതി. പട്ടയുടെ ലഭ്യത കുറഞ്ഞതോടെ സാധാരണ നിലയിൽ ആനകൾ ഭക്ഷിക്കാതെ ഉപേക്ഷിക്കാറുള്ള പട്ടയുടെ ഉണങ്ങിയ അവശിഷ്ടങ്ങൾ നൽകിയാണ് ആനകളുടെ വിശപ്പടക്കുന്നത്. ഇത് ആനകളുടെ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് പാപ്പാന്മാർ. 10 ദിവസമായി തുടരുന്ന ദുരവസ്ഥയിൽ പാപ്പാന്മാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ പനമ്പട്ടയ്ക്ക് പകരമായി ആനത്താവളത്തിൽ പുല്ലെത്തിച്ചിരുന്നു. എന്നാൽ പട്ടയേക്കാൾ ഉയർന്ന വില നൽകി വാങ്ങുന്ന പുല്ലും ആനകൾക്ക് ആശ്വാസമാകുന്നില്ല. ഇളം പുല്ലല്ലാത്തതിനാലും തണ്ടുകൾക്ക് അമിത കാഠിന്യമുള്ളതിനാലും പ്രായമായ ആനകൾക്ക് ചവച്ചരച്ച് കഴിക്കാൻ സാധിക്കുന്നില്ല. തറവാട്ടിലെ മുതിർന്ന ആനകൾ ഇതോടെ അവശതയിലായിരിക്കുകയാണ്. പനമ്പട്ട എത്തിക്കാൻ കരാറെടുത്ത വ്യക്തിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ബോധപൂർവമായ വീഴ്ചയാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. ഈ സാഹചര്യത്തിൽ ആനകളുടെ പട്ടിണി മാറ്റാൻ അടിയന്തരമായി പട്ട എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആനത്താവളം അധികൃതർ ദേവസ്വത്തിന് റിപ്പോർട്ട് നൽകി. കരാർ വ്യവസ്ഥകൾ ലംഘിക്കുകയും മിണ്ടാപ്രാണികളെ പട്ടിണിക്കിടുകയും ചെയ്ത കരാറുകാരനെ എത്രയും വേഗം കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ്. ആനകളുടെ സംരക്ഷണത്തിൽ ദേവസ്വം ഉണർന്നു പ്രവർത്തിക്കണമെന്ന് ഭക്തരും ആനപ്രേമികളും ആവശ്യപ്പെടുന്നുണ്ട്. പൊന്നയൂർ അകലാട് നിയന്ത്രണം വിട്ട കാർ ഡിവൈഡറിലിടിച്ച് സഹോദരങ്ങളായ 2 പേർക്ക് പരിക്ക്. മൊയ്തീൻ പള്ളി സ്വദേശികളായ 21 വയസ്സുള്ള കൊട്ടിലിങ്ങൽ നിയാസ്, സഹോദരി 16 വയസ്സുള്ള നാജിയ എന്നിവർക്കാണ് പരിക്കുപറ്റിയത്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ഇരുവരെയും അകലാട് മൂന്നൈനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ചോൽപ്പുറത്ത് നിന്ന് അടയിരിക്കുകയായിരുന്ന 6 അടിയിലധികം നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. ഗുരുവായൂർ പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള റോഡിലെ ആളൊഴിഞ്ഞ പറമ്പിലാണ് പ്ലാസ്റ്റിക് ചാക്കുകൾ കൂട്ടിയിട്ടിരുന്നതിനടിയിൽ പാമ്പ് അടയിരുന്നിരുന്നത്. പറമ്പ് വൃത്തിയാക്കാനെത്തിയവർ വിവരം അറിയിച്ചതനുസരിച്ച് വാർഡ് കൗൺസിലർ NT സച്ചിനെത്തി വനംവകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ടു. വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ, സഹായി ഷമീർ തൊഴിയൂർ എന്നിവരെത്തി പാമ്പിനെ പിടികൂടി. 16 മുട്ടകളാണ് ഉണ്ടായിരുന്നത്. പാമ്പിനെയും മുട്ടകളെയും എരുമപ്പെട്ടി വനംവകുപ്പ് അധികൃതർക്ക് കൈമാറി.
CPI ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി കുഴഞ്ഞു വീണു മരിച്ചു. വടക്കേക്കാട് ലോക്കൽ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയും കിസാൻ സഭ വടക്കേക്കാട് മേഖലാ കമ്മിറ്റി പ്രസിഡന്റുമായ 66 വയസ്സുള്ള ഭാസ്കരനാണ് മരിച്ചത്. വട്ടമ്പാടം സെന്ററിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ തന്നെ നാട്ടുകാർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. സിന്ധു ഭാര്യയും അഖിൽ, അശ്വതി എന്നിവർ മക്കളുമാണ്. സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തും. പൊന്നിയൂർകുളം ചമ്മനൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വേലമഹോത്സവത്തിന്റെ ഭാഗമായി നടത്തുന്ന പ്രസാദ ഊട്ടിന്റെ കലവറ നിറയ്ക്കൽ സമർപ്പിക്കൽ ചടങ്ങ് ആരംഭിച്ചു. ഏപ്രിൽ 9 മുതൽ 19 വരെയുള്ള ദിവസങ്ങളിലാണ് വേലമഹോത്സവം. ഇതിന്റെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ കഞ്ഞിയും പുഴുക്കും, ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ പ്രസാദ ഊട്ടുമുണ്ടായിരിക്കും. ഭക്തജനങ്ങളിൽ നിന്ന് അരി, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവ ശേഖരിച്ച് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് പ്രസാദ ഊട്ടം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായി അരി, പലവ്യഞ്ജനങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഭക്തർ സമർപ്പിക്കും. തുടർന്നുള്ള ദിവസങ്ങളിൽ അന്നദാന മണ്ഡപത്തിൽ സമർപ്പിക്കുവാനുള്ള സൗകര്യവും ഉണ്ടാകും. പൂജകൾക്ക് ക്ഷേത്രം ശാന്തി നാരായണൻകുട്ടിയും മറ്റ് ആഘോഷ പരിപാടികൾക്ക് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,100 രൂപ, സ്വർണം പവന് 1,12,800 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചർമ്മം അബുദാബി മലയാളി സമാജം പ്രസിഡന്റും കുന്നംകുളം NRI ഫോറത്തിന്റെയും രക്ഷാധികാരിയായ സലിം ചിറക്കലിന്റെ മാതാവും പരേതനായ താഴത്തേയിൽ മൂസക്കുട്ടിയുടെ ഭാര്യയുമായ ഇംബിച്ച എന്ന നബീസ നിര്യാതയായി. 83 വയസ്സായിരുന്നു. ഖബറടക്കം ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തും. ഫാത്തിമ, ലൈല, പരേതനായ അഷ്റഫ്, സലീം, ഷാജി, ഷമീറ എന്നിവർ മക്കളാണ്. ചൊവ്വനൂർ ഞാറേക്കാട്ട് വീട്ടിൽ രാധാകൃഷ്ണൻ നായർ നിര്യാതനായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ചെറുതുരുത്തി ശാന്തിതീരം ശ്മശാനത്തിൽ നടത്തും. ശാന്ത ഭാര്യയും രഘു, രശ്മി, രമ്യ എന്നിവർ മക്കളുമാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.